കോയമ്പത്തൂരിൽ നിന്നും കുറച്ച് കുട്ടികളും വിദേശത്തുനിന്ന് 2 കുട്ടികളും ഫോറിൻ യുവാവ് ഡാൻസ് ചെയ്യാനും വന്ന് കേരളത്തിൽ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂർ. അവരിപ്പോൾ കടലിൽ കുളിക്കാൻ പോയപ്പം ആ ഡാൻസ് യുവാക്കൾ മരണപ്പെട്ട് വെള്ളത്തിലോട്ട് ചാടാനായിട്ട് കേരളത്തിലുള്ള വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കേരളത്തിലുള്ള വിദ്യാർത്ഥി മലയാളി ചാടിയതുമില്ല, ആ ഡാൻസ് ചെയ്യാൻ പയ്യൻ ചാടുകയും ചെയ്തു. അപ്പം നമുക്ക് ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് ഇതിനൊരു അന്വേഷണം വേണം. ഈ മലയാളി വിദ്യാർത്ഥികളാണോ ആ പയ്യനെ ചാടാൻ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഉപദേശിച്ചതെന്നും എന്താണ് ഇതിൻ്റെ ദുരൂഹതയെന്ന് അന്വേഷിക്കണമെങ്കിൽ നമുക്ക് പുറം നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് മേഖലയിൽ ആൾക്കാർ ജനങ്ങൾ വന്നല്ലേ തീരൂ. ടൂറിസ്റ്റ് മേഖലയെ നമുക്ക് വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അപ്പം ടൂറിസം ഇത് അന്വേഷണം വേണം. ഈ വിദേശത്തുനിന്ന് വന്ന് പഠിക്കാൻ വന്ന് ജോലിയാവാറായ ആ ടാൻസിയ ബോയിയ അതിനെങ്ങനെ ഇത് സംഭവിച്ചു എന്നോ ഉള്ള ഒരു അന്വേഷണം നമ്മളെ ടൂറിസം മേഖല തന്നെ അതിന് ഇടപെട്ടേ തീരുള്ളൂ. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ മലയാളികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാവണമെന്നും ഈ മഴയോര സമയങ്ങളിൽ മഴക്കാല സമയങ്ങളിൽ കടലിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പം എന്തിനാണ് ഈ വെള്ളത്തിൽ ചാടാൻ നമ്മളെ മലയാളികൾക്ക് ഇതെല്ലാം അറിയാമെന്നുള്ളതാണ്. അപ്പം പിന്നെ വിദേശത്തുള്ളവരെ കൊണ്ട് എന്തിനാണ് കടലിൽ ഇറങ്ങാൻ അനുവദിച്ച്, എന്തിനാണ് കടലിൽ നീന്താനും കുളിക്കാനും അനുവദിച്ച്? അപ്പം ഇതിനെന്തോ ദുരൂഹതയുണ്ട്. അത് അന്വേഷണ വിധേയമായ ടൂറിസം മേഖല തന്നെ ഇടപെടണം.